ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് എവിടെയുള്ളതെന്നറിയോ? ഇതാണ് പീക്കോക്ക് പാർക്ക്. എൻ്റെ പുറകിൽ എന്താന്ന് നോക്കിയേ, ഇത് കണ്ടോ പീക്കോക്ക്? ഇത് മാത്രമല്ല, ആ പുറകിൽ വേറെ നടക്കുന്നു. ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ, ഇവിടെ ഇഷ്ടം പോലെ പീക്കോക്കുകളുണ്ടേ. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ പീക്കോക്കൊക്കെ ഇങ്ങനെ വെറുതെ റോട്ടിൽ കൂടെ നടക്കുന്നത് കാണുന്നത് ഭയങ്കര അത്ഭുതമായിപ്പോയി ശരിക്കും. അപ്പം നമുക്ക് ഇവിടുത്തെ പീക്കോക്കിനെയൊക്കെ ഒന്ന് കണ്ടാലോ അല്ലേ? അപ്പം അധികം സമയങ്ങളുണ്ട്. ഇവിടെ എൻ്റെ പുറകിൽ തന്നെ ഉണ്ട് കേട്ടോ. അത് നോക്കി എത്ര പേരാന്ന് കാണുന്നുണ്ടോ? ഇതൊക്കെ പീക്കോക്കാണ് കേട്ടോ. വലിയ മയിൽപ്പീലൊക്കെ വിടർത്തുന്ന വലിയ ടൈപ്പ് അങ്ങനത്തെ പീക്കോക്കുകളാണുള്ളത്. ഈ പീക്കോക്കൊക്കെ വെറുതെ ഇങ്ങനെ റോട്ടിൽ കൂടെ നടക്കുക കേട്ടോ. കാറുകൾ വന്നൊന്നും ഇതുങ്ങൾക്ക് ഒരു പേടിയില്ല. കാറുകാർ നിർത്തിയിട്ട് പോകണം, ഇവരെ ഇടിക്കാതെ. അവിടെയാണെങ്കിൽ ഹോൺ ചെയ്യാൻ പാടില്ല, അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കാറുകാർ ഇവർ റോഡിൻ്റെ നടുക്കുണ്ടെങ്കിൽ അവർ നിർത്തി വെയിറ്റ് ചെയ്യും പീക്കോക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട്. പീക്കോക്ക് അതുപോലെ തന്നെ നമ്മുടെ പ്രാവുകൾ ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഒരു പേടിയില്ല, ആരും ഒരു പേടിയില്ല. റോഡിൻ്റെ നടുക്കൂടെ ഇവർ കൂളായിട്ട് നടക്കുക കേട്ടോ. നമ്മളാണ് പിന്നെ ഇവരെ പേടിച്ച് നീങ്ങേണ്ടത്. ഇത് നോക്കി ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഫ്രീ ആയിട്ട്. സാധാരണ പീക്കോക്കിനെ ഒന്നോ രണ്ടെണ്ണമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ആളുകളെ കാണുമ്പോൾ ഇവർ പേടിച്ചോടുന്നതാണ് കണ്ടിട്ടുള്ളത്. പേടിച്ചോടി അല്ലെങ്കിൽ കുറച്ചൊരു ഡിസ്റ്റൻസൊക്കെ. ഇത് ഒരു പേടിയില്ല. അടുത്തൂടെ ആൾക്കാർ നടന്നാലോ വണ്ടി പോയാൽ പോലും പേടിയില്ല. സാധാരണ ആൾക്കാർ നടന്നാൽ ഒക്കെ പോട്ടെ, പക്ഷെ വണ്ടി കണ്ടാലെങ്കിലും ഒരു പേടി വേണ്ടേ? അതുപോലും ഇല്ല. ഇത് നോക്കിയേ, പ്രാവൊക്കെ സുഖമായിട്ട് റോട്ടിൽ കൂടെ നടക്കുന്നു. വണ്ടി വന്നാലൊന്നും അതുങ്ങളൊന്നും അങ്ങനെ തോന്നിയാൽ മാറും എന്നല്ലാതെ നമ്മൾ വെയിറ്റ് ചെയ്യണം ഇവർ പോകാൻ വേണ്ടിയിട്ട്. അത്രയും ഭയങ്കര ഫ്രീ ആയിട്ട് ഇതുപോലെ. ഒരു പാർക്കിൻ്റെ ഒരു റോഡാണ്, എന്നാൽ അതിൻ്റെ അകത്ത് നമ്മൾ ഈ വിസിറ്റേഴ്സിൻ്റെ വണ്ടികളൊക്കെ പോകാറുണ്ട് കേട്ടോ ഈ വഴി കൂടെ. എന്നാലും ഇത് വേണ്ട, വണ്ടിയൊക്കെ പോകുന്നുണ്ട്, പക്ഷെ ഒരു പേടിയില്ല അവർക്ക്. വളരെ കൂളായിട്ട് നിൽക്കുക. ഞങ്ങൾ നടന്നപ്പോൾ ആകെ ഒരു റാബിറ്റിനെ ഒരെണ്ണത്തിനെ കണ്ടു കേട്ടോ. മുയൽ ആകെ ഒരാളെ കണ്ടുള്ളൂ, പക്ഷെ അങ്ങനൊരു മുയൽ അവിടെ ഉണ്ട്. ബാക്കിയെല്ലാം കണ്ടത് ഈ ബേഡ്സാണ്. ഒരു പേടിയില്ലാത്ത ബേഡ്സ്. ആളുകൾ അവരിങ്ങനെ കുറേ പുല്ല് പോലത്തെ സ്ഥലത്ത് തീറ്റയും വെള്ളമൊക്കെ ഇങ്ങനെ കൊടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർ ഇഷ്ടമുള്ളപ്പോൾ ചെന്ന് അത് കഴിച്ച് നല്ല കൂളായിട്ട് അതിലൂടെ നടക്കും. നമ്മൾ വേണം ഇവരെ പേടിച്ചിട്ട് നിൽക്കാൻ. അങ്ങനത്തെ ഒരു പാർക്ക്. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇതുപോലത്തെ ഒരു പാർക്കിനെ കണ്ടത്. ഇത് നോക്കിയാൽ ഈ ഒരു റാബിറ്റിനെയാണ് കേട്ടോ ഇവിടെ കണ്ടത്. ഒരു തക്കടി മുണ്ടൻ റാബിറ്റ് എന്ന് പറയാം. നല്ല പുള്ളിയും ഭയങ്കര കൂളായിട്ട് അവിടെ എന്തൊക്കെയോ കഴിച്ചുകൊണ്ട്, പോപ്കോണാന്ന് തോന്നുന്നുണ്ട്, എന്തോ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. നോക്കി പ്രാവുകളൊക്കെ ഇങ്ങനെ മുകളിലിരിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ഇങ്ങനെ കുറച്ചിങ്ങനെ നടന്നപ്പം അതായത് നോക്കി വളരെ കൂളായിട്ടാണ് കേട്ടോ ഇതുങ്ങളൊക്കെ നടക്കണേ. റോഡ് സൈഡിൽ കൂടെ ഒന്നും ഒരു പ്രോബ്ലം ഇല്ല. നമ്മളാണ് പിന്നെയും പേടിച്ച് മാറിയേക്കേണ്ടത്. ഇവിടെ അവർക്ക് വേണ്ട തീറ്റയും വെള്ളം എല്ലാം ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരതൊക്കെ പക്ഷേ വേറൊരു അത്ഭുതം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒന്നും ഒരു വൃത്തിയേടേ ആക്കിയിട്ടില്ല കേട്ടോ. സാധാരണ പ്രാവുകളൊക്കെ ഉള്ള ഭാഗത്തൊക്കെ എന്തോരം വൃത്തിയായിട്ടായിരിക്കും റോഡൊക്കെ കിടക്കണം. പക്ഷേ ഈ റോഡൊക്കെ നല്ല ഭംഗിയായിട്ട് വളരെ നീറ്റായിട്ട് അപ്പം ക്ലീൻ ചെയ്തിട്ട പോലെ അത്രയും നീറ്റായിട്ട് കിടക്കുന്നത്. ഇത്രയും പക്ഷികളുള്ള സ്ഥലമല്ലേ, അപ്പോൾ എന്ത് വൃത്തികേടാവേണ്ടത്? പക്ഷെ ഒരു വൃത്തികേടും ഇല്ല. വളരെ നല്ല നീറ്റായിട്ട് കിടക്കുന്നത്. എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, ഭയങ്കര ഒരു അത്ഭുതമായിട്ട് തോന്നി. നമുക്കപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം.
ഇത്രയും മയിലുകളൊക്കെ ഉള്ള സ്ഥലമല്ലേ, അപ്പോൾ എന്നിട്ട് ഒരു മയിൽ പോലും ഇങ്ങനെ പീലി വിടർത്തി കണ്ടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പം കുറച്ച് നേരം കഴിഞ്ഞ് നോക്കുമ്പോൾ അവിടെ കുറേ ആൾക്കാരിങ്ങനെ കൂടി നിൽക്കണം. എന്താ അവിടെ ചെന്ന് നോക്കുമ്പോൾ ഒരു മയിലതേ പീലി വിടർത്തിയിട്ട് നിൽക്കുന്നത് നോക്കിയാൽ, പക്ഷേ ബാക്ക് സൈഡിൽ നിന്ന് കിട്ടിയുള്ളൂ, ഫ്രണ്ട് കുറച്ചേ കിട്ടിയുള്ളൂ കേട്ടോ. എന്നാലും ഇത് ഞാൻ ഈ ബാക്ക് സൈഡിൽ നിന്നുള്ള കാഴ്ച ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഫ്രണ്ട് വശത്തുനിന്ന് പിന്നെയും കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഞാൻ ആദ്യമായിട്ട് ഇത് എനിക്ക് ആദ്യം എന്താണെന്ന് മനസ്സിലായില്ല, വേറെ വല്ല പക്ഷിയായിരിക്കുമോ എന്ന് ചോദിച്ചു. പിന്നെയാണ് മനസ്സിലായത്, ഇതങ്ങനെ പുറംതിരിഞ്ഞ് നിൽക്കണത് പീലി വിടർത്തിയിട്ടെന്ന്. പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അത് ഈ പീലി വിടർത്തി നിൽക്കുന്നതിനേക്കാളും എനിക്ക് കുറച്ചും കൂടെ ഭംഗിയായിട്ട് തോന്നിയത് അതാ ക്ലോസ് ചെയ്യണം, ആ പീലി ഇല്ലെങ്കിൽ വിടർത്തിയത് അത് ക്ലോസ് ചെയ്യണ സീൻ. അത് നല്ല രസമുണ്ടായിരുന്നു. വേഗം അങ്ങനെ ഓടിയൊരു മൂലയ്ക്ക് പോയി അപ്പം തന്നെ അത് അങ്ങോട്ട് ക്ലോസ് ആക്കി. അത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഞാനത് ആദ്യമായിട്ടാണ് അങ്ങനെ കാണണം കേട്ടോ. പീലി വിടർത്തി നിൽക്കുന്നത് കണ്ടിട്ടുണ്ട്, പക്ഷെ അത് ഇങ്ങനെ ക്ലോസ് ആക്കണത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നമുക്ക് കാണാം, അതെനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. വീഡിയോയിൽ കാണിച്ചു തരാമേ. നോക്കിയേക്കുമ്പോഴേക്കും ഓടിപ്പോയി അങ്ങ് പീലി ക്ലോസ് ചെയ്തു. അത് നല്ല രസമുണ്ടായിരുന്നു ആ കാഴ്ച കാണാൻ. ഞാൻ ആദ്യമായിട്ട് അങ്ങനത്തെ ഒരു കാഴ്ച കാണുന്നത്. അപ്പോൾ നമ്മുടെ കാഴ്ചകൾ ഇന്നത്തെ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. എങ്ങനെയുണ്ട്, എല്ലാവർക്കും ഇഷ്ടമായോ പീകോക്ക് പാർക്ക്? എല്ലാവരും ഈ വീഡിയോ എൻജോയ് ചെയ്തിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എൻജോയ് ചെയ്തെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് മനോഹരമായ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ വാല്യുബിൾ കമൻസും കൂടി ഇടണേ. അപ്പോൾ നമ്മളുടെ വീഡിയോയ്ക്ക് എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യാമല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് വേറൊരു മനോഹരമായ വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.